അല്ലെങ്കിൽ കൊണ്ടു. അവിടെ ഒരു പശു മറിഞ്ഞു വീണു. അതുകൊണ്ട് നിന്റെ വെടി അതിനിട്ടാണോ കൊണ്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ വെടി കറക്റ്റായിട്ട് പലകയത്തിന്റെയാ കൊണ്ടത്. വാ നോക്കാം. നീ പോയി നോക്കിട്ട് വാ. ഞാൻ വരണോ? നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ സിനിമയുടെ തന്നെ പ്രധാന മുഖങ്ങളിൽ ഒരാളായിട്ടാണ് നമ്മുടെ ലാലേട്ടനെ കണക്കാക്കുന്നത്. 5 നാഷണൽ ഫിലിം അവാർഡ്സ്, 9 സ്റ്റേറ്റ് അവാർഡ്സ്, വിരളിൽ എണ്ണാവുന്നതിലധികമായിട്ടുള്ള പുരസ്കാരങ്ങൾ. 47 വർഷങ്ങളായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് എല്ലാ 10 വർഷവും സ്റ്റാൻഡേർഡ്സിനെ റീഡിഫൈൻ ചെയ്ത ഒരാൾ. എലന്തൂർ എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു സ്ഥലത്തുനിന്ന് ജനിച്ച ഒരു കുട്ടിക്ക് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റി? സിനിമയിൽ എടുക്കുകയാണെങ്കിൽ അഭിനയിച്ചിട്ടില്ലാത്ത ജോണറുകളില്ല. ഓക്സ്ഫോർഡ് പോലത്തെ വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ 27 ഇമോഷൻസ് കൺവേ ചെയ്യാനായിട്ട് ഈ മനുഷ്യന്റെ സിനിമകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തന്നെ പുള്ളിക്കുണ്ട്. 1000 കോടിക്ക് മുകളിൽ അസറ്റുകൾ ഉണ്ടെന്ന് തന്നെയാണ് പല സോഴ്സുകളും തെളിയിക്കുന്നത്. ആക്ച്വലി 1000 കോടിയുടെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു മാസം ഒരു 50,000 രൂപ ശമ്പളം ഉണ്ടാക്കുന്ന ഒരാൾ 16,667 വർഷം പണിയെടുത്താലാണ് ഇത്രയും പൈസ ഉണ്ടായി വരുന്നത്. ആക്ച്വലി ഹ്യൂമൻ സിവിലൈസേഷൻ മൊത്തം 10,000 വർഷം ആയിട്ടേ ഉള്ളൂ. ഒന്ന് ആലോചിക്കുക, ആ മനുഷ്യൻ എത്രത്തോളം പൈസ ഇപ്പം തന്നെ സമ്പാദിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ആക്ച്വലി ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ലാലേട്ട ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ദൈവത്തിൻ്റെ ഒരു ഹെൽപ്പാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൃപ കാരണമാണ് അത് ചെയ്യുന്നതെന്നാണ് പുള്ളി എപ്പോഴും നമ്മളോട് പറയുന്നത്. 65 വർഷങ്ങളായിട്ട് ഓരോരോ അവസരങ്ങൾ പുള്ളിയിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു കൃപ കാര്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് ദെൻ ഒരുപാട് സിസ്റ്റംസ് ഇല്ലാണ്ട് ഒരിക്കലും ഒരാളുടെ അടുത്തേക്ക് ഇത്രയും അവസരങ്ങൾ വരത്തില്ല. പുള്ളീൻ്റെ ക്രാഫ്റ്റിനോട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ, പുള്ളിയുടെ സ്കില്ല്, ടാലന്റ്, ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, പുള്ളി ഒരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന് നമ്മളിൽ പലരും ഉണ്ടാക്കുന്നതിന്റെ ഒരു 10, 20, 30 ഇരട്ടിയിൽ മുകളിൽ വരുമാനം ഒറ്റ പ്രോജക്റ്റിൽ നിന്ന് പുള്ളി ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട്. അതിന് പുറമെ ഒരുപാട് സിസ്റ്റംസ് പുള്ളി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും കാലങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിയുടെ അടുത്തേക്ക് പിന്നും അവസരങ്ങൾ പോകുന്നതും ഇത്രയും കാലമായിട്ട് ആ സ്റ്റാർഡം കീപ്പ് ചെയ്യാൻ പറ്റുന്നതും പുള്ളിയുടെ പ്രൈം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും. നമ്മൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് പഠിക്കാൻ പോകും. ആദ്യത്തെ 3 പോയിന്റ് എല്ലാവർക്കും ഒന്ന് മനസ്സ് വെച്ചാൽ കിട്ടും. കാരണം ആക്ച്വലി അത് നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ 4ാമത്തെ 5ാമത്തെ പോയിന്റ് ആക്ച്വലി ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണ്. അതുമല്ല, ഇത് പൊതുവിൽ നമ്മൾ എപ്പോഴും സംസാരിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് വീഡിയോൻ്റെ അവസാനം വരെ എല്ലാവരും മാസ്റ്ററി ബിഗിൻസ് വെയർ കോൺഷ്യസ് എഫേർട്ട് ഡൈസ്. ജീവിതത്തിലൊരു ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ നമ്മുടെ ശരീരം നമ്മൾ പോലും അറിയാതെ റിയാക്ട് ചെയ്യാറുണ്ട് എല്ലാ സിറ്റുവേഷൻസിലും. പക്ഷെ ചെയ്യുന്ന റിയാക്ഷൻസ് ആ എൻവയോൺമെൻറ്റിന് പറ്റിയ രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു ഇൻ്റലിജൻസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാർ ഓട്ടിക്കുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മൾ ഗിയർ ചെയ്താൽ, ക്ലച്ച് ചെയ്താൽ, ആക്സിലേറ്റർ ചെയ്താൽ, ബ്രേക്ക് ചെയ്താൽ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പോകെ നമ്മളൊരു കാർ ഓട്ടിക്കുന്നത് പോലും കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ചിലപ്പോൾ ഇതൊന്നും എന്താണെന്ന് പോലും അറിയണമെന്നില്ല, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഇതേപോലെ തന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലാലേട്ടൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്രൗഡിൻ്റെ ഇടയിലേക്ക് പോകുന്ന സമയത്ത് പുള്ളി ആക്ച്വലി ഭയങ്കര കാമാണ്. ഈ കാംനെസ് എവിടെ നിന്നാണ് വരുന്നത്? ആക്ച്വലി പുള്ളി ഇതേ സിനാറിയോ പല പ്രാവശ്യം പുള്ളിയുടെ മൈൻഡിൽ ഒട്ടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഞാനത് ചെയ്യണം, ഇങ്ങനെ ഞാനത് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഇതിനു വേണ്ടി ഒരു റെസ്പോൺസ് കൊടുക്കണമെന്ന് മൈൻഡിൽ ഒരു 100 പ്രാവശ്യത്തിന് മുകളിൽ ചിലപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ റെപ്പറ്റീഷനാണ് ഫൈനലിൽ നമ്മൾ കാണുന്നത്. നമുക്കും അത് തന്നെയല്ലേ ആക്ച്വലി വേണ്ട. നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യണം പ്രോപ്പറായിട്ട്. നമ്മൾ പോലും അറിയാതെ സിറ്റുവേഷൻസിൽ ബിഹേവ് ചെയ്യാൻ നമുക്ക് പറ്റണം. ആക്ച്വലി പുള്ളിക്കാരൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ഓട്ടോമേറ്റഡ് ആക്കി മാറ്റിക്കഴിഞ്ഞു. പുള്ളിക്കാരൻ ചെയ്യുന്ന പല ബിഹേവിയേഴ്സും അല്ലെങ്കിൽ പല ഗിമിക്സും എല്ലാം പുള്ളിക്കാരൻ പോലും അറിയാതെ പുള്ളിക്കാരൻ്റെ ശരീരത്തിൽ നിന്ന് അത് പുറത്തു വരികയാണ്. ഹെസിറ്റേഷൻ ഇല്ലാണ്ട് ബോഡി റിയാക്ട് ചെയ്യാണ് സറൗണ്ടിങ്സുമായിട്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഫ് യു സ്റ്റിൽ നീഡ് മോട്ടിവേഷൻ ടു ട്രൈ സംതിങ് അഗൈൻ, യു ആർ നോട്ട് ട്രൈയിങ് യെറ്റ്. ഈ എനർജിയിലും എത്ര കാലം നമുക്ക് ഒരു മേഖലയിൽ അല്ലെങ്കിൽ പല മേഖലകളിൽ നമുക്ക് നിലനിൽക്കാം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ എനർജി എവിടെ സ്പെൻഡ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ നമ്മുടെ എനർജീനെ ഒരു ബിസിനസ്സിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ ഒരു കുട്ടീനെ പോലെ വളർത്തിയെടുത്ത് എനർജി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം കൊടുത്ത് വളർത്തിയെടുക്കേണ്ട, അല്ലെങ്കിൽ വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് മേഖലകളിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം തുടങ്ങാൻ ആർക്കും പറ്റും. ഒരു മേഖല തുടങ്ങുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് അത് ആക്ച്വലി വേറൊരു സ്റ്റോറിയാണ്.
കാര്യമാണ്. നമ്മൾ പലപ്പോഴും മീഡിയാസിലൊക്കെ കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ചോദിക്കുകയാണെങ്കിൽ അവർ ആക്ച്വലി അതിനെ പറ്റിയിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരിക്കലും തരത്തില്ല. അവർ വളരെ പ്രിസൈസ് ആയിട്ട് അവരുടെ എനർജി വളരെ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും അവർ സ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ വലിയ സക്സസ്ഫുൾ ആയിട്ട് നിലനിന്ന് പോകുന്ന ബിസിനസ്സുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ആക്ച്വലി പ്രോഫിറ്റ് വെച്ചിട്ട് മാത്രമല്ല നിലനിന്ന് പോകുന്നത്. പ്രോഫിറ്റ് ഒരു ഘടകമാണ്, പക്ഷെ ക്യാഷ് ബേൺ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ അവര് പ്രോപ്പറായിട്ട് അവരുടെ എനർജി അവരുടെ ഫൈനാൻസസിലും അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിലും കൊണ്ടുവരുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാകുന്നത്. അതിലല്ലെങ്കിൽ അവർ നിലനിൽക്കുന്നതിന്റെ റീസൺ അതാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ലാലേട്ടനും ഇതേപോലെ തന്നെയാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പുള്ളിക്കാരായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വളരെ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും അതിനൊരു ഉത്തരം തരുന്നത്. വളരെ തോട്ട് ത്രൂ ആയിട്ട് എവിടെ എനർജി സ്പെൻഡ് ചെയ്യണം, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മോനെ മാറിയിരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ ഈസിലിയാണ് പുള്ളി ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. നമ്മളും ലൈഫിൽ അങ്ങനെ ആവാനായിട്ട് ശ്രമിക്കണം. നമ്മളെല്ലാവരും ആക്ച്വലി ഇപ്പൊ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ലെജൻസിനൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇമോഷൻസ് എന്തായാലും വരും. അതിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, അവരെന്താണ് ചെയ്യുന്നതെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് അവർക്ക് അതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെജൻസ് എല്ലാവരും അവരുടെ ഇമോഷണൽ അല്ലെങ്കിൽ അവരുടെ എനർജി സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും. ലെജൻസ് പ്രൊട്ടക്ട് മിസ്റ്ററി പബ്ലിക്കലി ആൻഡ് ഒബ്സസ് പ്രൈവറ്റ്ലി. നമ്മൾ ലാലേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ പുള്ളി ചെയ്ത ഒരു ക്രാഫ്റ്റിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി പലപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളീനെ ദൈവം ആ ഒരു സാഹചര്യത്തിൽ പുള്ളീനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റി എന്നാണ് പുള്ളി എപ്പോഴും പറയുന്നത്. ആക്ച്വലി അത് സത്യം തന്നെയാണ്. ഇതിനെ ആക്ച്വലി നമുക്ക് വളരെ നല്ല രീതിയിൽ കാണാം. പുള്ളിയുടെ ക്രാഫ്റ്റ് വളരെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആ ഒരു ക്രാഫ്റ്റിനെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബട്ട് ദെൻ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മിസ്റ്ററി ഉണ്ടോ, അത് പുള്ളിയുടെ ഉള്ളിൽ നിന്ന് വന്നു എന്ന് പറയുന്ന ഒരു മിസ്റ്ററി ഉണ്ട്. അത് തന്നെയാണ് നമുക്ക് പുള്ളിയുടെ അടുത്ത് തോന്നുന്ന ഒരു ആരാധന എന്ന് പറയുന്നത്. ലെജൻസ് ആക്ച്വലി പൊതുവേ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരവരുടെ ലൈഫിലും അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ ഒരു മാജിക് കൊണ്ടുവരാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് ആക്ച്വലി വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളും നമ്മുടെ ജീവിതത്തിനെ പറ്റി വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും പബ്ലിക്കായിട്ട് വരുന്ന കാര്യങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ആരോടാണ് ഇത് ഷെയർ ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻ പുറത്തേക്ക് വിടാനും. ലാലേട്ടന്റെ വേറൊരു കാര്യം എടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ അറിയുന്നത് പുള്ളി പുതിയൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ചിലപ്പോൾ ഒരു 6 മാസം 7 മാസത്തിന് ശേഷമായിരിക്കും പുള്ളീനെ കാണുന്ന സമയത്ത് ഓൾറെഡി അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഔട്ടിൽ പുള്ളിക്കാരന്റെ ബെസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യം പുള്ളിക്കാരൻ ഇങ്ങനെ പബ്ലിക്കലായിട്ട് പറഞ്ഞു നടക്കുന്നില്ല. വളരെ പ്രോപ്പർലി പുള്ളിക്കാരന്റെ ഇമേജ് കീപ്പ് ചെയ്യാണ്. മിസ്റ്ററി പ്രൊട്ടക്ട് എന്ന് പറയുന്നത് അത് എപ്പോഴും ഹ്യൂമിലിറ്റിന്റെ ഒരു ഭാഗം മാത്രമല്ല, അത് ആക്ച്വലി ബ്രാൻഡ് ഇൻസുലേഷൻ കൂടിയാണ്. ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? 2 മാസമുള്ള ഒബ്ജക്ട്സ് എപ്പോഴും അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും അടുത്തേക്ക്, അല്ലെങ്കിൽ തിരിച്ചും. നമ്മുടെ ലാലേട്ടൻ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അത് പുള്ളിക്കാരൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും അതിൽ നിന്നുള്ള ഫ്രൂട്ട്സ് റീപ്പ് ചെയ്യാനും പഠിച്ചു. ആക്ച്വലി ലോകത്തിനെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് മൊത്തത്തിൽ 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് അതിന്റെ പുറകെ പോകാന്ന് പറയുന്നതാണ്. 2 പറയുന്നത് എനിക്ക് ആക്ച്വലി ഒരു കഥ പറയാനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഒരു പൂവിനെ പ്ലക്ക് ചെയ്ത് അതിനെ നമ്മളിങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പൂമ്പാറ്റകൾ അതിൻ്റെ അടുത്തേക്ക് വരും. ബീസ് അതിലേക്ക് പോകാൻ ശ്രമിക്കും. പക്ഷെ എന്തെന്നാ ഇതേ പൂ ഒരു ഗാർഡൻ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഈ ബീസ് അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് അതിലേക്ക് പോകും. ഇങ്ങനെ തന്നെയാണ് ലോകം. നമ്മൾ അതിനെ ചേസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടേ ഇരിക്കും. പക്ഷെ നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കണ്ട് അതുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് കണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും യൂസ്ഫുൾനെസ് കാണുന്ന ആളുകൾ അതുമായിട്ട് അട്രാക്റ്റഡ് ആവും. അതിലൂടെ നമുക്ക് പുതിയ അവസരങ്ങൾ നമ്മളെ തേടി വരും. നമ്മുടെ ലാലേട്ടനും ഇതേപോലെ തന്നെയായിരുന്നു. പുള്ളിക്കാരൻ്റെ ലൈഫിൽ പുള്ളിക്കാരനായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ട ആളുകൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കും പുള്ളിക്കാരനിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് എന്ന് ഒരു തിരിച്ചറിവ് മറ്റുള്ള ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്തു. പുള്ളിക്കാരനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ബിസിനസ്സിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓറ പുള്ളിക്കാരൻ കൊടുത്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ തേടി നല്ല നല്ല അവസരങ്ങൾ വന്നു തുടങ്ങി. നല്ലത് മാത്രമല്ല ചീത്തയും വന്നിട്ടുണ്ടാവും. ബട്ട് ദെൻ നല്ലതുകൾ മാത്രം അതിൽ നിന്നുണ്ടാവാൻ. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, കഴിവാണോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഒബ്സഷൻ ആണോ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു ജോലി കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്താണ് വേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഒബ്സഷൻ ആണ്. കാരണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഒബ്സഷൻ ബീറ്റ്സ് ടാലന്റ് എവറി ടൈം. വെൻ ടാലന്റ്
ഡസ് നോട്ട് ഡു ദ ജോബ്. നമ്മളിപ്പോ ലാലേട്ടൻ ഒരു പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിനുശേഷം പുള്ളീനെ നമ്മൾ ചിലപ്പം കാണുന്നത് ആ പ്രോജക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും. സിനിമ വിജയിക്കോ ഇല്ല എന്നൊക്കെ ഉള്ളത് ആക്ച്വലി നമ്മുടെ കയ്യിലോ ആരുടെ കയ്യിലോ ഉള്ള ഒരു കാര്യമല്ല. പക്ഷെ പുള്ളി അത് ചെയ്തെടുക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ലോകത്തിൽ നമ്മൾ ഐഡിയാസ് ഒരുപാട് കേൾക്കുന്നുണ്ട്, പക്ഷെ എല്ലാം പ്രാവർത്തികമാകുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്ത് അത് ചെയ്തു തീർക്കുക എന്ന് പറയുന്ന ഒരു കഴിവാണ്. ആ കഴിവ് പുള്ളിക്കുണ്ട്. അത് തന്നെയാണ് നമുക്കും വേണ്ടത്. നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഒരാളുടെ കയ്യിൽ അത് ഇൻവെസ്റ്റ് ചെയ്യും? ഒരു കാര്യം ചെയ്തെടുക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളാണോ? നമ്മളും ആക്ച്വലി ലൈഫിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് ഒരു കാര്യം കമ്മിറ്റ് ചെയ്താൽ അത് ചെയ്യാൻ പഠിക്കുക, ചെയ്ത് തീർക്കാൻ പഠിക്കുക. അത് വിജയവും പരാജയവും അതിന്റെ ഒരു ഭാഗമാണ്, പക്ഷെ നമ്മൾ അത് തീർക്കാൻ പഠിക്കണം. അത് ഒരു ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലാണ്. ഈ വീഡിയോ കൊണ്ടുള്ള എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ലെജൻഡ് ആയിട്ടുള്ള ഒരാളെ പഠിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ആക്ച്വലി ചെയ്തതും അത് തന്നെയാണ്. എന്റെ 5 പോയിന്റുകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പുള്ളിയിൽ നമ്മളെല്ലാവരും അഡ്മയർ ചെയ്യുന്ന, അല്ലെങ്കിൽ പലരും ചിലപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ പുള്ളിയിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കത് വീഡിയോയിലൂടെ ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ അതാണ് ഞാൻ ആക്ച്വലി ചെയ്തത്. ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോനെ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.